ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. പ്രമേഹത്തിന്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ട്രാക്ഡ് കളക്ഷൻസിന് മുന്നോടിയായി ഇന്നലെ പ്രീ സെയിലിൽ നിന്ന് സിനിമയ്ക്ക് 1,20,00,000 രൂപയ്ക്ക് മുകളിലാണ് ലഭിച്ചിരുന്നത്. ഇന്ന് ട്രാക്ഡ് കളക്ഷൻസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെ ലഭ്യമായിരിക്കുന്ന, അതായത് പാതി വഴിയിൽ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്ന 1,50,00,000 രൂപയാണ് എന്നുള്ളത്. അതായത് ഇതുവരെയുള്ള ടോട്ടൽ ട്രാക്ഡ് കളക്ഷൻസിൽ നമുക്ക് പറയുകയാണെങ്കിൽ 2,70,00,000 രൂപയ്ക്ക് മുകളിലായി എന്നുള്ളത്. വെറും 200 തിയേറ്ററുകളിൽ വരുന്ന ഒരു സിനിമയാണ്. ഒക്യുപ്പൻസി 50% മുകളിൽ. ഇനിയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പോൾ 40ഓളം ഷോകൾ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. കൊച്ചിയിൽ എല്ലാ ഷോകളും 83 നൈറ്റ് ഷോസ് ആണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം ഫാസ്റ്റ് ഫില്ലിംഗ് തന്നെയാണ്. GCCയിൽ ഭ്രാന്ത് പിടിച്ച പോലെയാണ് സിനിമയുടെ ബുക്കിംഗ്. ഓവർസീസിൽ നൈറ്റ് ഷോസ് തീപ്പൊരി എന്ന് തന്നെ പറയാം. അതായത് ഈ സിനിമ ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിൽ ഹെവി പോസിറ്റീവ് അല്ല, എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നു, ഈ സിനിമയുടെ കളക്ഷനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല ഈ സിനിമയൊക്കെ കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ കളക്ഷൻ ഒരു ലെവലിലും ഈ സിനിമയെ ബാധിക്കില്ല അല്ലെങ്കിൽ ചിന്തിക്കില്ല എന്നുള്ളതാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് കടക്കുന്ന സിനിമ തന്നെയാണ് പ്രമേഹം. മമ്മൂട്ടി ഈ ഒരു സിനിമ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന കാര്യവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് കളക്ഷനേക്കാൾ ഉപരി ജനഹൃദയങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യം. 100 കോടി ജനഹൃദയങ്ങളിലേക്ക് കയറുന്ന സിനിമയായിരിക്കണം. മാസങ്ങളോളം, വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്ന സിനിമയായിരിക്കണം ബ്രഹ്മയുഗം. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ആദ്യ ദിനത്തെ കളക്ഷൻ ഏറെക്കുറെ 3.5-4 കോടിക്ക് റേഞ്ചിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി 2.25 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സിനിമ 3.5 കോടിക്ക് അടുത്തായിരിക്കാം കേരള കളക്ഷൻ വരുന്നത്. തീർച്ചയായും ആദ്യ ദിനം 7 കോടിക്ക് മുകളിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ എത്തും എന്ന് പ്രതീക്ഷിക്കാം. കാരണം അമ്മാതിരിയുള്ള ഒരു ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കാണുന്ന. എല്ലാ സ്ഥലങ്ങളിലും എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഡീഗ്രേഡിംഗ് നോക്കുന്നവർക്ക് ഇനി അടുത്ത പടം വരുന്നുണ്ട്, അതിലേക്ക് പോവുക. കാരണം ഇതിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഒരു രക്ഷയുമില്ല. നമുക്ക് യോധയിൽ ജഗതിയുടെ അനുഭവം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നേ പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ കൈ വിട്ടുപോയി, വേണമെങ്കിൽ തലയിൽ മുണ്ടുമിട്ട് ഈ സിനിമ കാണാൻ പോയിക്കോ, എന്നിട്ട് പറയൂ ഞാൻ മൂട്ടക്കടി കൊണ്ടു ഉറങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി മൂട്ടയില്ലാത്തതുകൊണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അത് മാത്രമാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഇവിടെ 639 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 1,00,000-അടുത്താണ് ആളുകൾ കാണുന്നത്. 51% ഒക്യുപ്പൻസിയിൽ. ട്രാക്കേഴ്സ് പറയുന്നു 20ഓളം ഹൗസ്ഫുൾ ഷോസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും ഇവിടെ ലേറ്റ് നൈറ്റ് ഷോസ് നോക്കുമ്പോൾ എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ല. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യ വിസ്മയമാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ പല റിവ്യൂവേഴ്സും എത്ര നല്ല സിനിമകളെയും മോശമാക്കുമ്പോൾ അങ്ങനെ പറയുന്ന റിവ്യൂവേഴ്സ് പോലും ഇതിനെ കൊടൂരം എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, വീണ്ടും നമ്മളുടെ ഡീഗ്രേഡ് ചമ്മിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം.